നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. വെങ്ങിണിശ്ശേരി ഗാന്ധിനഗർ തോപ്പിൽ മനോഹരനാണ് ചെറുപ്പ് പോലീസിന്റെ പിടിയിലായത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് വനിതാ വിങ്ങും യൂത്ത് വിങ്ങും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300-ൽ പരം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കോടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. സമൂഹ ഭഗവതി സേവയിലും അനുബന്ധ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. വെങ്ങിണിശ്ശേരി ഗാന്ധിനഗർ തോപ്പിൽ മനോഹരനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. ചൊവ്വൂർ പഞ്ചിംഗ് ബൂത്തിന് സമീപം ചൊവ്വൂർ എരണ്ടകുളം റോഡിൽ ജീപ്പിലിരുന്ന സ്കൂൾ കുട്ടികൾക്ക് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് വിൽപ്പന നടത്തിയ പാറളം വെങ്ങിണിശ്ശേരി ഗാന്ധിനഗർ തോപ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള മനോഹരനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മനോഹരൻ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ മറ്റൊരാളുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസുമടക്കം 2 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീനാഥ്, സിന്ധി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് വനിതാ വിങ്ങും യൂത്ത് വിങ്ങും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തിയത്. 300-ൽ പരം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ക്യാമ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് KG രജീഷ്, അഹല്യ ആശുപത്രിയിലെ ഡോക്ടർ അംന, ഡോക്ടർ അനുപമ, കോർഡിനേറ്റർ പ്രിൻസ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അരുൺ, ട്രഷറർ KK മോഹനൻ, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ശരത് ഗോപി, ട്രഷറർ PS ശ്രീരാജ്, വനിതാ വിംഗ് ട്രഷറർ സുബൈദ ബദറുദ്ദീൻ, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ബിജി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊതുവെ അറിയപ്പെടുന്നത് വ്യാപാരികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ വ്യാപാരികളുടെ ക്ഷേമം അതിൻ്റെ 100% അത് നടപ്പിലാക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി ക്ഷേമം നടപ്പിലാവണം എന്ന തിരിച്ചറിവ് ഇന്ന് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിലൂടെ ഈ പ്രദേശത്തിൻ്റെ തന്നെ വികസനം, വ്യാപാര സമൂഹത്തിൻ്റെ വികസനം ഇതൊക്കെ നടപ്പിലാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘടന ഇന്ന് പ്രവർത്തിച്ചു പോകുന്നത്. ഇപ്പോൾ ഈ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന ഏതൊരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി 25,000 രൂപ നൽകുന്നുണ്ട്. ഏതൊരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും. അത് വ്യാപാരിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പദ്ധതി ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് എല്ലാവർക്കും വീട്, ഹോം ഫോർ എവ്രി വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാപാരികൾക്ക് മാത്രമായിട്ടില്ല. ഈ നവംബർ മാസം മുതൽ അതിൻ്റെ 13 വീടുകളുടെ തറക്കല്ലിടാൻ പോവുക. കേരള ഗവൺമെന്റിന് വരെ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു രംഗത്താണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടന, 10 ലക്ഷത്തോളം അംഗങ്ങളുള്ള സംഘടന ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ വലിയ ജനങ്ങൾക്ക് വേണ്ടി കൂടി വലിയ മാറ്റങ്ങൾക്ക് വരുത്താൻ, അവരുടെ കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്ന രീതിയിൽ, സാധാരണ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന് ജനങ്ങളുടെ കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ. കോടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അക്ഷദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി.
സമൂഹ ഭഗവതി സേവയിലും അനുബന്ധ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി, മേൽശാന്തി രാജേഷ് കരിപ്പേരി മഠത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം പ്രസിഡന്റ് രാജീവ് എടപ്പുള്ളിപ്പറമ്പിൽ, സെക്രട്ടറി രവീന്ദ്രൻ തെക്കൂട്ട്, ട്രഷറർ സുധീരൻ ചക്കാലപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ അനിലൻ പാറയ്ക്കൽ, ലതാ ഗോപി കൈപ്പുള്ളി, ജോയിന്റ് സെക്രട്ടറിമാരായ സജി മുരളീധരൻ പുളിപ്പറമ്പിൽ, മനോജ് അമ്മൻകോവിൽ, ലീലാബാബു പാറയ്ക്കൽ, പ്രശാന്തി ഷിബു കള്ളിയത്ത്, സുനിത ഹരിദാസ് പോട്ടേൻ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി KP കൃഷ്ണൻ ഭട്ടത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പൂജിച്ച കതിർക്കുലകൾ ഭഗവതിക്ക് സമർപ്പിച്ച ശേഷം ദേവസ്വം കച്ചേരിയിൽ സമർപ്പിച്ചു. തുടർന്ന് കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. മേൽശാന്തി വിഷ്ണു നമ്പൂതിരി, രാധാകൃഷ്ണൻ ഭട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാർലം യൂണിറ്റ് 8ാം വാർഷികവും കുടുംബ സമ്മേളനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നല്ല ഇടപെടലുകൾ നടത്താനും സംഘടനയ്ക്കായിട്ടുണ്ട്. നമ്മുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഈ കാലഘട്ടത്തിൽ ഭിന്നശേഷി വിഭാഗം, പല വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. വിവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്, കുടുംബങ്ങളാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായപൂർത്തിയായ ആളുകൾ വരെ ഈ ഗണത്തിൽപ്പെടുന്നുണ്ട്. അവർക്ക് ലഭ്യമാകുന്ന അവകാശങ്ങൾ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്നതിനും ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അവർ സ്വയം തയ്യാറായി വരാൻ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികളുള്ള വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാനോ അതിനുവേണ്ട ഇടപെടൽ നടത്താനോ അവർക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇത്തരം സംഘടനകൾ അവരുടെ സഹായമായ രീതിയിൽ ഇടപെടുന്നത് നമുക്ക് ആശ്വാസമാണ്. സർക്കാരിന്റെ അതിദരിദ്ര കണ്ടെത്തുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ആ കുടുംബങ്ങൾക്ക് പോലും സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമ്പോക്ക് സ്ഥലം എന്ന് പറയാനായിട്ട് വീട് വെക്കാനുള്ള അത്രയ്ക്ക് സ്ഥലം നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലമില്ല. അപ്പോ വേറൊരു ആളെ പറഞ്ഞു ഇവർക്ക് താൽക്കാലികമായി വാടക കൊടുക്കാതെ ഞങ്ങളൊരു മുറി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ എന്നെ സമീപിച്ചത്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു, ടീച്ചർ മാഷാണെങ്കിൽ ഒരു കുറെ ഞങ്ങള് അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്, ഒരു കുടുംബമുണ്ട്, അവർക്ക് സ്ഥലം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ മാഷായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ മാഷിനെ സംസാരിക്കുമ്പോൾ എല്ലാ ഗ്രാമസഭകളിൽ വരുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ മാഷ്. അപ്പൊ പല കാര്യങ്ങളിലും ആള് ഭയങ്കര എന്താ പറയുക താല്പര്യത്തോടു കൂടി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അസോസിയേഷന്റെ ആളുകളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്നൊരു ആളുണ്ട്, അദ്ദേഹത്തോട് പോയി നിങ്ങൾ പോയി കാണും, കണ്ട് സംസാരിക്കും, നിങ്ങളുടെ ആവശ്യം പറയും, അപ്പൊ അവൻ എന്തായാലും തരാതിരിക്കില്ല. അതുകൊണ്ട് പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാറളം യൂണിറ്റ് പ്രസിഡന്റ് ടോണി ആന്റണി, സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് R രമേശൻ, ഇട്ടിയച്ചൻ മാസ്റ്റർ, സെൻട്രൽ കമ്മിറ്റി ട്രഷറർ മാധവൻ, സെൻട്രൽ കമ്മിറ്റി അംഗം ബാലസുബ്രഹ്മണ്യൻ, പാറളം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശേഖരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജീവ്, അനിത പ്രസന്നൻ, ഡാലി ബിനോയ്, വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാറളം യൂണിറ്റ് ട്രഷറർ ഡിൻസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം വെങ്ങിണിശ്ശേരി സൗത്ത് ശാഖ ചേർപ്പ് ആര്യ ഐകെയറിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ പരിശോധനയ്ക്കെത്തി. അവർക്കൊരു സൗകര്യം, അടിസ്ഥാന സൗകര്യം മാത്രം ഏർപ്പെടുത്തി കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്ത് തന്നെയായാലും ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് വെങ്ങിശ്ശേരി ശാഖയ്ക്ക് കാൽ വയ്ക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
അത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സൗഖ്യം ആരോഗ്യ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതായത് നമുക്ക് കണ്ണിന് വരാവുന്ന പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ച് ആദ്യം നമുക്ക് പ്രായം കുറഞ്ഞ പിള്ളേരെ കുറിച്ച് പറയാം. സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവർക്കും ഫോണും ടി വിയാണ് ഏറ്റവും പ്രധാനം. അത് തീർത്തും നല്ലതല്ല. കാരണം നമ്മൾ ഈ വളർന്നു വരുന്ന പ്രായത്തിലാണ് നമ്മുടെ കണ്ണ്, നമുക്ക് ചെറുപ്പത്തിൽ നല്ലോണം എക്സസൈസ് ചെയ്താൽ ശരീരം നല്ലോണം വലുതാവും. ചെറുപ്പത്തിൽ നമ്മൾ ദൂരക്കാഴ്ചകൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണ് ആ രീതിക്ക് ഡെവലപ്പ് ചെയ്യും. ചെറിയ പ്രായത്തിലും ഈ 10 വയസ്സിന് താഴെയുള്ളവർ കൂടുതൽ ഫോണും ടി വി നോക്കുന്തോറും നമ്മുടെ കണ്ണ് അടുത്തുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് കാരണം കൊണ്ട് നിങ്ങളിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം ഇപ്പോൾ കണ്ണാടി കാണുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു സ്കൂളായിരുന്നെങ്കിൽ ഇതിൽ ഒരു 90% പേർക്കിപ്പോൾ കണ്ണാടി എനിക്കടുത്തുണ്ട്. അപ്പോൾ അതാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി പിള്ളേര് ദൂരക്കാഴ്ച, അതായത് പുറത്ത് പോയി കളിക്കാനും. വെങ്ങണിശ്ശേരി ഗുരുമന്ദിരം ഹാളിൽ നടന്ന ക്യാമ്പ് പെരിങ്ങോട്ടുകര യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷിനി ശൈലജൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഗിരിജൻ അയ്യപ്പത്ത് അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി രവി പറവത്ത്, യൂണിയൻ SNPC പ്രസിഡന്റ് ഷൺമുഖൻ കളപ്പുരയ്ക്കൽ, ജനാർദ്ദനൻ തടത്തിൽ, അംബിക മോഹനൻ, രാജു തടത്തിൽ, രമേശ് ഏറോളി, മോഹനൻ തടത്തിൽ, ഗംഗാധരൻ പാറക്കൽ എന്നിവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ചെർപ്പ് ഏരിയ സമ്മേളനം നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം 1000 പേർക്ക് ഒരു ദിവസത്തെ പണി കൊടുത്തു. 1.5 ലക്ഷം കോടി രൂപ വായ്പ കൊടുത്തു എന്ന് പറയുമ്പോ ആ 1.5 ലക്ഷം കോടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിൽ ദിനങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഈ തൊഴിൽ ദിനങ്ങൾ ഉയർന്നു വന്നവന്റെ കയ്യിലൊക്കെ പണം വരും. ഈ പണം വന്നവൻ കടയിൽ കയറി സാധനം വാങ്ങും. സാധനം വാങ്ങിയാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദിപ്പിക്കുമ്പോഴും കൂടുതൽ ആളുകൾക്ക് പണി കിട്ടും. ആളുകൾക്ക് പണി കിട്ടുന്ന ഒരു സമ്പദ്ഘടന കേരളത്തിൽ വളർത്തിയെടുത്തത് സഹകരണ പ്രസ്ഥാനമാണ് എന്ന് യാഥാർത്ഥ്യം അഭിമാനത്തോടുകൂടി പറയാം. ഇതാണ് സഹകരണ സംഘത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം. സഹകരണ സംഘം ഇവിടെ വളർന്നു പന്തലിച്ചിരുന്നു. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോൾ പറയണം 1.5 ലക്ഷം കോടി രൂപ വായ്പയും അതിൽ 70% റീഫണ്ട് തിരിച്ചു വരുന്നതാണ്. കുടിശ്ശികയില്ലാത്ത NPA പറയണം. ഈ വായ്പകൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാർ. അതിനെന്ത് വേണം? സഹകരണ സംഘങ്ങൾ കാരണം. അതിനൊരു കാരണങ്ങളൊക്കെ പറയുന്നു. സഹകരണ സംഘങ്ങളെ തകർത്താൽ കേരളം പിന്നിലേക്ക് പോണതായിരുന്ന ഈ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തണം എന്ന് KCU ആത്മാർത്ഥമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നിങ്ങളുള്ളതിന്റെ MK വിലാസ് അധ്യക്ഷത വഹിച്ചു. KCEU ജില്ലാ പ്രസിഡന്റ് AS അൻവർ, KK അനിൽ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPI പാർലം പഞ്ചായത്ത് തലത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. VR കുട്ടപ്പൻ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. നമുക്കെതിരായിട്ട് ഒരുപാട് കള്ളപ്രചരണങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കള്ളപ്രചരണങ്ങൾ, പാർട്ടിക്കെതിരായിട്ട് കള്ളപ്രചരണങ്ങൾ, സഹാക്കൾക്കിടയിലും ഇടതുപക്ഷ അനുഭാവികൾക്കിടയിലും ഇടതുപക്ഷത്തോട് എതിർപ്പ് തോന്നാവുന്ന രീതിയിലുള്ള നിരവധി ദുഷ്പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നു. പ്രത്യേകിച്ച് ഉദാഹരണം ഞാൻ പറയാം. കൂടെ പവരേണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു വലിയൊരു പരിപാടി നടത്തുന്നതാണ്. BJPയുടെ നേതാവ് ഈ കേരളത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി BJPയുടെ കേന്ദ്ര നേതൃത്വം ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് കാര്യം? ഇവിടുത്തെ നെൽകർഷകരെ രക്ഷിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നെൽകർഷകരുടെ പ്രശ്നം എന്താണ്? ഇപ്പോ നെൽകൃഷിക്കാരെ കൃഷി ചെയ്യാൻ ആവശ്യമായ വളത്തിന്റെ വില 3 ഇരട്ടിയായി പറഞ്ഞു BJP വന്നതിന് ശേഷം. 3 ഇരട്ടിയല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത്. ആ വിഷയം പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? കൃഷിക്കാരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? വളത്തിന്റെ വില വർദ്ധിച്ചില്ല, വളം കിട്ടാനില്ല.
കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സബ്സിഡികൾ മുഴുവൻ വെട്ടിക്കുറച്ചു. സംസ്ഥാന പ്രൈസസ് ബോർഡ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ വിളകളുടെയും താങ്ങുവില സംബന്ധിച്ച പ്രൈസസ് ബോർഡിന്റെ അസസ്മെന്റ് കണക്കുകൾ നമ്മൾ എല്ലാ കൊല്ലവും കേരളത്തിൽ സമർപ്പിക്കുന്നുണ്ട്. ഓരോ സ്റ്റേറ്റുകളിലെയും പ്രാദേശികമായ പ്രശ്നങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ആ കണക്ക് കൊടുക്കുന്നത്. ആ കണക്ക് പ്രകാരം 1 കിലോ നെല്ലിന് 45 രൂപയെങ്കിലും കിട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ കൂലിച്ചെലവും കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിരിക്കുന്ന രാസവളത്തിന്റെ വില വർധനവും മറ്റെല്ലാ ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ 1 കിലോ നെല്ല് 40 രൂപയെങ്കിലും കൊടുക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. നൽകുന്ന എത്രയാണ്? 23 രൂപയാണ്. ലോക്കൽ സെക്രട്ടറി പി ഷാജൻ അധ്യക്ഷത വഹിച്ചു. ചെർപ്പ് മണ്ഡലം സെക്രട്ടറി കെ ജോബി, സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല വിജയകുമാർ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ് മാരാത്ത്, സുബിത സുഭാഷ്, അക്ഷയ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കിഴക്കേ ഗോപുരത്തിൽ നിന്ന് കുത്തുവിളക്കിന്റെ അകമ്പടിയോടെ കറ്റകൾ ക്ഷേത്ര മതിക്കകത്തേക്ക് പ്രദക്ഷിണം വെച്ചു. തുടർന്ന് വലിയ അമ്പലത്തിൽ ലക്ഷ്മി പൂജയ്ക്ക് ശേഷം കറ്റകൾ ക്ഷേത്രത്തിലെ ശാസ്താവിന്റെ ശ്രീകോവിലിലും മറ്റ് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും തെടുപ്പിളിയിലും സമർപ്പിച്ചു. തുടർന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി വാദ്യഘോഷത്തോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന നെൽക്കതിരുകൾ മുഖമണ്ഡപത്തിലെ ലക്ഷ്മി പൂജയ്ക്കു ശേഷം തന്ത്രിവര്യൻ ആദ്യം പാണ്ഡവഗിരി ദേവിക്കും തുടർന്ന് ധർമ്മശാസ്താവിനും സമർപ്പിച്ചു. ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ദേവി പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് VHSSൽ OSA പുനഃസംഘടിപ്പിച്ചു. വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു. പുതിയ ഭാരവാഹികളായി ഷംനാസ് ഇബ്രാഹിമിനെ പ്രസിഡന്റും TR ബൈജുവിനെ വൈസ് പ്രസിഡന്റും PK നിഖിലിനെ സെക്രട്ടറിയും VK സിന്ധുവിനെ ജോയിന്റ് സെക്രട്ടറിയും ദിവ്യ സുധീഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. MS അലക്സി, VV ധീരജ്, രാജേഷ് രാമകൃഷ്ണൻ, ബീന രവീന്ദ്രൻ, K ജിതേഷ് ബാബു, PD ഭുവനേശ്വരി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഒല്ലൂർ അവണിശ്ശേരിയിലെ തിരുവാഞ്ചിറക്കുളത്തിൽ വീണുപോയ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് ഫയർഫോഴ്സ് അംഗങ്ങൾ. തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീം അംഗങ്ങളാണ് തിരുവാഞ്ചിറക്കുളത്തിൽ 20 അടിയോളം താഴ്ചയിൽ വെള്ളത്തിൽ വീണുപോയ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് നൽകിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കുളത്തിൽ കുളിക്കാനെത്തിയ കുരിയച്ചിറ സ്വദേശി ചെറുകുഴക്കുന്ന് പറമ്പിൽ വിഘ്നേഷിന്റെ ഫോൺ കുളത്തിലെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഏറെ നേരം 10 അടിയോളം താഴ്ചയുള്ള വെള്ളത്തിൽ മുങ്ങി നോക്കിയിട്ടും ഫോൺ കാണാത്തതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ, J ജെബിൻ, അനിൽ ജിത്ത, ബിജോയ് ഈനാശു, PD ടെന്നി എന്നിവരടങ്ങിയ ടീമെത്തിയാണ് മൊബൈൽ ഫോൺ കുളത്തിൽ നിന്ന് കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകിയത്. CBSE തൃശൂർ സെൻട്രൽ സഹോദയ യോഗ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് പതഞ്ജലി യോഗ ട്രെയിനിംഗ് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ A രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പേരിൽ നമ്മുടെ ദേശീയ ഗാനത്തോടൊപ്പം നമ്മുടെ ത്രിവർണ്ണ പതാക ആ സ്ക്രീനിന് മുകളിലൂടെ ഉയരുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചിട്ട് ഈ 146,76,733 ഇന്നത്തെ പോപ്പുലേഷൻ ക്ലോക്ക് പ്രകാരം അത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഇന്ത്യൻ പതാക അവിടെ ഒളിമ്പിക് വേദിയിൽ ഉയരുന്നത്. TCS എക്സിക്യൂട്ടീവ് മെമ്പറും സെയിന്റ് ലിയോബ അക്കാദമി പ്രിൻസിപ്പലുമായ സിസ്റ്റർ ജെയിൻ മാത്യു മൂഴയിൽ അധ്യക്ഷത വഹിച്ചു. TCS എക്സിക്യൂട്ടീവ് മെമ്പറും പ്രിൻസിപ്പലുമായ KR വിജയലക്ഷ്മി, സ്കൂൾ മാനേജർ C രാഗേഷ്, മോഹനൻ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ വിദ്യാമന്ദിർ കോടാലി 1ാം സ്ഥാനവും ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ നന്ദിക്കര 2ാം സ്ഥാനവും SN വിദ്യാഭവൻ ചന്ദ്രാപിന്നി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി PN ഗോപകുമാർ നിർവഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 9,160 രൂപ, പവന് 73,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. വെങ്ങിണിശ്ശേരി ഗാന്ധിനഗർ തോപ്പിൽ മനോഹരനാണ് ചെറുപ്പ് പോലീസിന്റെ പിടിയിലായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് വനിതാ വിങ്ങും യൂത്ത് വിങ്ങും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300-ൽ പരം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കോടന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. സമൂഹ ഭഗവതി സേവയിലും അനുബന്ധ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.